ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചതാര്? NV കൃഷ്ണ വാര്യർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേരെന്ത്? ഉത്തരം മോനിയ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി? വിനോബ ഭാവെ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു? ലിയോ ടോൾസ്റ്റോയ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചലച്ചിത്രമായ ഗാന്ധിയിൽ ഗാന്ധിയായി വേഷമിട്ട നടനാര്? ഉത്തരം ബെൻ കിങ്സ്ലി. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്ത്? ഫീനിക്സ് സെറ്റിൽമെന്റ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയനാര്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷമേത്? 1925. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷമേത്? 1915. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന്? ഉത്തരം 1915 ജനുവരി 9. പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ജനുവരി 9. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച പത്രമേത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച വർഷം? 1908. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്ത്? ഉത്തരം രംഭ. ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു? പ്രിട്ടോറിയ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത്? ബാബ ആംതെ. ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുവാൻ ഗാന്ധിജിയെ സഹായിച്ചത് ആരായിരുന്നു? കല്ലൻബാക്ക്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശാ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാം വട്ടമേശാ സമ്മേളനം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷമേത്? 1934. വിരൂപമെങ്കിലും പ്രിയജനകം ഗാന്ധിജിയുടെ രൂപത്തെ ഇങ്ങനെ വർണ്ണിച്ചതാണ്? റൊമൈൻ റോളണ്ട്.
ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമേത്? 1933. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ആങ് സാൻ സൂചി. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത്? മീരാബെൻ, സരളാബെൻ. അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏതു പേരിലായിരുന്നു? സർവോദയ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ? ശ്യാം ബനഗൽ. ഗാന്ധിജിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആരായിരുന്നു? റൊമെയ്ൻ റോളണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ഗാന്ധിജി അവസാനമായി കേരള സന്ദർശിച്ചതെന്ന്? ഉത്തരം 1937. ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാം? ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയ വിപ്ലവകാരി ആര്? ഉത്തരം KPR ഗോപാലൻ. ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്ന്? 1948 ജനുവരി 30. രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നതെന്ന്? ജനുവരി 30. കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജനുവരി 30. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം? ഉത്തരം 2007. ഗാന്ധിജിയുടെ ഘാതകൻ ആര്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഉത്തരം ഹേ റാം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനാര്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ഏറ്റവും മനോഹരമായ ജീവചരിത്രം എഴുതിയതാര്? ഉത്തരം ലൂയി ഫിഷർ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തിയാര്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി അധ്യാപക വേഷത്തിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവി ആര്? നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് സത്യാഗ്രഹം എന്ന പേര് നിർദ്ദേശിച്ചതാര്? മകൻലാൽ ഗാന്ധി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം C. രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ മനുഷ്യന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം രാജ്ഘട്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി? മഹാത്മാഗാന്ധി.
ഗാന്ധിജിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഫർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ. ഇന്ത്യയുടെ വൃക്ഷ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഗാന്ധിനഗർ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? ഉത്തരം രാജ്കോട്ടിൽ. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? തൂക്കുഘടികാരത്തെ. ഗാന്ധിജി ആരംഭിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി? ഉത്തരം വാർധ പദ്ധതി. ഗാന്ധിജി മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ഉത്തരം സേവാഗ്രാം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആര്? മഹാത്മാഗാന്ധി.